പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു സ്നേഹിതർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്നത്തെ ചിന്താവിഷയമായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് ഭൂതദയ എന്ന സന്ദേശമാണ്. ഭൂതദയ എന്താണ്? ഭൂതദയ എന്ന മലയാള വാക്കിൻ്റെ പ്രയോഗത്തിൻ്റെ അർത്ഥം ഭൂതമായ ലോകത്തിൽ ഉണ്ടായിരിക്കുന്ന സകലത്തെയും സ്നേഹിക്കുക. ഭൂതദയ എന്നതുകൊണ്ട് പ്രകൃതിയെ സ്നേഹിക്കുക, സസ്യലതാദികളെ, അതുപോലെ തന്നെ മൃഗജാലങ്ങളെ, മത്സ്യ പറവകളെ, അങ്ങനെ പ്രകൃതിയെ മുഴുവനായി ജന്തുക്കളെയും പറവകളെയും സസ്യലതാദികളെയും മനുഷ്യരെയും അങ്ങനെ ഭൂതമായിരിക്കുന്ന ഉണ്ടായി നമുക്ക് ചുറ്റും നാം കാണുന്ന എല്ലാറ്റിനോടുമുള്ള സ്നേഹവും ദയാഭാവവുമാണ് ഭൂതദയ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭൂതദയ പരിശുദ്ധിയിലേക്ക് വളരുന്ന ഏതൊരാൾക്കും ഉണ്ടാകുന്ന ഒരു ഭാവമാണ് ഭൂതദയ. പരിശുദ്ധിയിൽ വളരും തോറും സസ്യലതാദികളെ സ്നേഹിച്ചു തുടങ്ങും. മൃഗ മത്സ്യാദികളോടുള്ള സ്നേഹവും താല്പര്യവും വർദ്ധിക്കും. മനുഷ്യപ്പറ്റോടുകൂടെ ജീവിക്കാൻ കഴിയുകയും ചെയ്യും. അങ്ങനെ വളരും. ഇതാണ് ഭൂതദയ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വരുന്നതിനുള്ള ഒരു നിമിത്തം, ഒരു കാരണം, ഇക്കഴിഞ്ഞ ഡിസംബർ മാസം 10-ാം തീയതി മാർ ബഹനാം സഹദായുടെയും സഹോദരി സാറായുടെയും അവരുടെ 2 പേരുടെയും അംഗരക്ഷകരായ 40 പടയാളികളുടെയും രക്തസാക്ഷിത്വത്തിൻ്റെ ദിനം ഡിസംബർ മാസം 10-ാം തീയതിയായിരുന്നു. ആ പെരുന്നാൾ ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു ചിന്ത വരുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ടായി. മാർ ബഹനാം സഹദായുടെയും സഹോദരി സാറായുടെയും അവരുടെ അംഗരക്ഷകരായ 40 പടയാളികളുടെയും ജീവിതം, അവരുടെ രക്തസാക്ഷിത്വ മരണം, ഇതേക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ ക്രിസ്തീയ മതത്തിലേക്ക് ഇവരെയെല്ലാം ആകർഷിച്ച ഒരു താപസ്യനായ ശ്രേഷ്ഠനുണ്ട്. അദ്ദേഹം മാർ മത്തായി ആയിരുന്നു. ഇവരെല്ലാം 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നവരാണ് പേർഷ്യയിൽ. ഈ ഭൂതദയ എന്ന വാക്കും ഇതും തമ്മിലുള്ള ബന്ധമെന്താണ്? അത് ഒരു ചിത്രം. മാർ ബഹനാം സഹദായുടെ നാമത്തിലുള്ള പള്ളിയിൽ, ആ പള്ളിയോട് ചേർന്ന് ഇടവകാംഗങ്ങളായിരിക്കുന്ന ആളുകളുടെ ഭവനങ്ങളിൽ പ്രത്യേകമായും അവർ സൂക്ഷിക്കുന്ന ഒരു ചിത്രമുണ്ട്. മാർ ബഹനാം സഹദ അശ്വരൂഢനായി ഒരു കുതിരപ്പുറത്ത് കയറി വലതു കൈയിൽ ഒരു വാളേന്തിക്കൊണ്ട് അടുത്തു വരുന്നു. അവിടെ ഒരു കൊച്ചുകുടിൽ, പർണശാല, അതിൻ്റെ മുറ്റത്തായി മോർ മത്തായി എന്ന താപസൻ നിൽക്കുന്നു. മോർ മത്തായിയെ അഭയം പ്രാപിച്ചുകൊണ്ട് ഒരു മാൻകുട്ടി, ഭയപ്പെട്ട് നിൽക്കുന്ന മത്തായിയോട്, പിതാവിനോട് ചേർന്ന് നിൽക്കുന്ന മാൻകുട്ടി. അപ്പോൾ മനസ്സിലാവുന്നു മോർ മത്തായി എന്ന താപസൻ വനാന്തരത്തിലാണ്, വിജനപ്രദേശത്താണ് ഈ പർണശാലയിൽ കൊച്ചു കുടിലിൽ ജീവിക്കുന്നത്, തപസ്സനുഷ്ഠിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹത്തിന് ഈ പ്രകൃതിയോടെല്ലാം സ്നേഹമാണ്, മൃഗജാലങ്ങളോടുള്ള അനന്തമായ സ്നേഹം. അതുകൊണ്ട് ഈ മാൻകുട്ടി തന്നെ കൊല്ലുവാൻ വരുന്ന രാജകുമാരനായ ബഹനാമിനെ കാണുമ്പോൾ അഭയം തേടി വന്നതാണ് മോർ മത്തായിയുടെ അടുക്കൽ. അപ്പോൾ മാർ മത്തായി വലതുകരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്
അരുത് എന്ന ഭാവം സന്ദേശം മാർ ബഹനാമന് നൽകുന്നു. അതെന്നെ വളരെ ആകർഷിക്കുന്നുണ്ട്. വനാന്തരത്തിൽ വന്യ മൃഗങ്ങളോട് ചേർന്ന് ജീവിക്കുകയാണ് വലിയ പരിശുദ്ധന്മാരായ സന്യാസിമാർ. അങ്ങനെയുള്ള ഒരാളിനെയാണ് നമുക്ക് മോർ മത്തായിയിൽ കാണാൻ സാധിക്കുന്നത്. പരിശുദ്ധിയിൽ വളരും തോറും ഭൂതദയ സ്പഷ്ടമാവുകയായി, തെളിഞ്ഞു വരികയായി. അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പരിശുദ്ധിയിൽ വളരും തോറും വന്യമൃഗങ്ങളോടും സർവ മൃഗാദികളോടും മത്സ്യ ജീവികളോടും പ്രപഞ്ചത്തോട് സമഗ്രമായും സ്നേഹം, ദയ വർദ്ധിച്ചു വരുന്നതായി കാണുന്നതിൻ്റെ ഒരു നിദർശനമാണത്. ഇത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങൾ പരിശുദ്ധന്മാരുടെ ജീവിതത്തോട് ചേർന്ന് കാണാൻ സാധിക്കും. 3-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ ജീവിച്ചിരുന്ന സന്യാസ പ്രസ്ഥാനത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ഒരു വലിയ താപസനുണ്ട്. വനാന്തരത്തിൽ ജീവിച്ചിരുന്ന, വിജനപ്രദേശത്തിൽ ജീവിച്ചിരുന്ന അദ്ദേഹം മരിക്കുന്ന സന്ദർഭം അവിടെ ആരുമില്ല അദ്ദേഹത്തിന് സംസ്കാരകർമ്മം നിർവഹിക്കാൻ, കബറടക്കാൻ. ആരാണ് ആ കബറടക്ക ശുശ്രൂഷ നിർവഹിച്ചത്? കരടികളാണ് എന്നാണ് പിതാക്കന്മാർ പറയുന്നത്, ചരിത്രത്തിൽ നിന്ന് പറയുന്നതാണ്. കരടികൾ മണ്ണ് മാന്തി ഈ പിതാവിനെ കുഴിയിൽ കിടത്തി വീണ്ടും മണ്ണിട്ട് സംസ്കാരം പൂർത്തീകരിക്കുന്നതായാണ് പിതാക്കന്മാർ രേഖപ്പെടുത്തുന്നത്. 3-ാം നൂറ്റാണ്ടിൽ 3-ഉം 4-ഉം നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന സന്യാസ പ്രസ്ഥാനത്തിൻ്റെ തലത്തൊട്ടപ്പനായ മാർ അന്തോനിയോസ്, അദ്ദേഹം ഈജിപ്തിലെ നൈൽ നദിയുടെ ഇങ്ങക്കരയ്ക്കാണ് ആദ്യം താമസിച്ചത്. വിജനപ്രദേശമായിരുന്നു. എന്നാൽ ആളുകൾ വന്ന് പ്രാർത്ഥനയ്ക്കും രോഗശാന്തിക്കും ഉപദേശം സ്വീകരിക്കുന്നതിനായും അത് കൂടുതൽ ആയപ്പോൾ അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാനും മൗനമായിരിക്കാനും സ്വസ്ഥതയില്ലാതെ വന്നു. അദ്ദേഹം നൈൽ നദി കടന്ന് അങ്ങേക്കരയ്ക്ക് പോയി. നൈൽ നദി ചിലപ്പോൾ വറ്റും, അപ്പോൾ നദി മുറിച്ച് നടന്നു പോകാം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ജലപ്രളയമാവും. അപ്പോൾ ഇങ്ങേക്കരയ്ക്ക് നിന്ന് അങ്ങേക്കരയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. അന്തോനിയോസ് എങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധി തരണം ചെയ്തത്, ഈ തടസ്സം തരണം ചെയ്തത്? മാർ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയ വലിയ മാർ അഥാനാസിയോസ് രേഖപ്പെടുത്തുകയാണ്. അന്തോനിയോസിൻ്റെ ജീവചരിത്രം, ദ ലൈഫ് ഓഫ് ആൻ്റണി എന്ന ഇംഗ്ലീഷിൽ തലക്കെട്ട്. അദ്ദേഹം പറയുകയാണ്, അന്തോനിയോസ് നൈൽ നദിയുടെ അടുത്തു വരുമ്പോൾ അത് മുഴുവനും വെള്ളമായി, നദി മുറിച്ചു പോകുവാൻ നിർവാഹമില്ല. അങ്ങനെ അദ്ദേഹം നദിയുടെ കരയ്ക്ക് വന്ന് എങ്ങനെ അക്കരയ്ക്ക് പോകും എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ മുതലകൾ ഓടി വരുന്നു. അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ സ്പർശം അത് സ്വീകരിക്കുവാൻ തയ്യാറായി എന്ന പോലെ നദി മുറിച്ചു കിടക്കുന്നതിനെ സഹായിക്കുവാൻ എന്ന ഒരുക്കത്തോടെ അന്തോനിയോസ് അതിലൊരു മുതലയുടെ മുകളിൽ കയറിയിരിക്കും. ആ മുതല വളരെ സന്തോഷത്തോടുകൂടി ഒരു വലിയ ഭാഗ്യം ലഭിച്ചു എന്ന ഭാവത്തോടെ ആ മുതല നൈൽ നദി മുറിച്ച് അങ്ങേപ്പുറത്ത് അന്തോനിയോസിനെ കൊണ്ടുവിടും. ഇത് പതിവായി മുതലകൾ തമ്മിൽ മത്സരമായി, ഞാൻ വേണം അന്തോനിയോസിനെ അങ്ങേക്കരയ്ക്ക് കൊണ്ടുപോകുവാൻ എന്ന് തോന്നുമാറ്. ചുരുക്കി പറയട്ടെ, ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ്, ആ കടത്തിന് മുതലകൾ വന്ന് കടത്തി അന്തോനിയോസിനെ നൈൽ നദി അക്കരെയും ഇക്കരെയും കൊണ്ടുപോകാൻ സഹായിച്ച മുതലകൾ സഹായിച്ച ആ കടവിന് പിൽക്കാലത്ത് ക്രോക്കഡോപോലിസ് എന്ന് പേരായി, മുതലപ്പട്ടണം, മുതലകളുടെ പട്ടണം എന്ന് പേരായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇതുപോലെ ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 12-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിലും 13-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലുമായി
ആദ്യ പകുതിയിലുമായി ജീവിച്ചിരുന്ന അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് അദ്ദേഹത്തെ പേട്രൺ സെയിന്റ് ഓഫ് ആനിമൽസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. He was the patron saint of animals. He was the patron saint of Italy. ഇറ്റലിയുടെ പിതാവായാണ്, പരിശുദ്ധനായാണ് അദ്ദേഹത്തെ കാണുന്നത്. അതുപോലെ തന്നെയാണ് പേട്രൺ സെയിന്റ് ഓഫ് ആനിമൽസ്, ആനിമൽസിൻ്റെ മധ്യസ്ഥ പിതാവായിട്ടാണ് അദ്ദേഹത്തെ പരിഗണിക്കുക. ഒക്ടോബർ 4 അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ, അസീസിയിലെ ഫ്രാൻസിസിൻ്റെ സ്മരണയിൽ വേൾഡ് ആനിമൽസ് ഡേ, വേൾഡ് ആനിമൽ ഡേ ആഘോഷിക്കുന്നുണ്ട് എന്നും ഈ അവസരം ചേർത്ത് ചിന്തിക്കണം. ചെന്നായ്ക്കളോട് അദ്ദേഹം സംസാരിച്ചു. ഇനിയും ധാരാളം ഉദാഹരണങ്ങളുണ്ട്. പരിശുദ്ധനായ പരിമല തിരുമേനി പക്ഷികളുടെ ഭാഷ തിരിച്ചറിയാൻ കഴിയുന്ന പിതാവായിരുന്നു. അതുപോലെ പാമ്പാടി തിരുമേനി നായ്ക്കളോടും പ്രാക്കളോടും പ്രത്യേക സ്നേഹം കാണിച്ചിരുന്നു. ആ സ്നേഹം അവ തിരിച്ചറിഞ്ഞ് പാമ്പാടി തിരുമേനിയുടെ ദേഹമാശകലം ഈ പ്രാവുകൾ വന്നിരുന്ന് സന്തോഷിക്കുമായിരുന്നു. പരിമല തിരുമേനി നായ്ക്കളോട് സംസാരിക്കുമായിരുന്നു. അവയുടെ ഭാവം തിരുമേനിക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞിരുന്നു. 15-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിലും 16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലും ഇറ്റലിയിൽ ജീവിച്ചിരുന്ന പ്രസിദ്ധനായ ചിത്രകാരനായിരുന്നല്ലോ ലിയനാർഡോ ഡാവിഞ്ചി. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ എഴുതുകയാണ്, അതായത് ഒരു സമയം വരും, ഒരു മൃഗത്തെ കൊല്ലുന്നത് സ്വന്തം സഹോദരനെ കൊല്ലുന്ന അതേ വികാരത്തിൽ കാണുന്ന ഒരവസരം എനിക്കുണ്ടാകും, മറ്റുള്ളവർക്കുണ്ടാകുമെന്ന്. ഒരു മൃഗത്തെ കൊല്ലുമ്പോൾ അത് സ്വന്തം സഹോദരനെ കൊല്ലുന്നതിന് തുല്യമാണെന്ന് തിരിച്ചറിയുന്ന ഒരു വലിയ ഭാവം, അത് പരിശുദ്ധിയുടെ ഒരു പരമോന്നതമായ ഒരവസ്ഥയിലുണ്ടാകുന്ന ഒരു ഭാവമാണെന്ന് പ്രത്യേകം നാം ശ്രദ്ധിക്കുകയാണ്. പുണ്യവാനായ താപസൻ മാർ ബഹനാമിൻ്റെ സഹോദരി സാറായുടെ അവരുടെ അനുചരരായ 40 പടയാളികളുടെ മാനസാന്തരത്തിന് കാരണഭൂതനായി തീർന്ന മോർ മത്തായി, അദ്ദേഹം വന്യമൃഗങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരു വലിയ പിതാവായിരുന്നു. ആ മൃഗങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുവാൻ കഴിഞ്ഞിരുന്നു. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. കുഞ്ഞുങ്ങളെ, പരിശുദ്ധയിൽ വളരും തോറും ഭൂതദയ വർദ്ധിച്ചു വരും. പ്രകൃതിയോടുള്ള സ്നേഹവും മത്സ്യങ്ങളോടും മൃഗജാലങ്ങളോടും പറവകളോടുമുള്ള സ്നേഹവും മനുഷ്യരോടുള്ള സ്നേഹവും എല്ലാം കൂടെ ഒന്നിച്ചു വരുന്നുണ്ട്. അത് പരിശുദ്ധിയുടെ വിവിധ ഭാവങ്ങളായി നമ്മൾ പ്രത്യേകമായ ജീവിതത്തിൽ കണ്ടെത്തുകയാണ്. ഈ സന്ദേശം നമ്മളെ പാഠങ്ങൾ പഠിപ്പിക്കേണ്ടതാണ്. ഒരു പുതിയ കാഴ്ചപ്പാട് ഉണ്ടാകുന്നതിന് തീർച്ചയായും ഇത് സാധ്യമാകും. കുഞ്ഞുങ്ങളെ, ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.